2025 പബ്ലിഷ് ചെയ്ത ഒരു ശാസ്ത്ര പ്രബന്ധം അനുസരിച്ച് നമുക്ക് കഴിഞ്ഞ കാലത്തെ അല്ലെങ്കിൽ പാസ്റ്റിനെ തിരുത്താൻ സാധിക്കും. പാസ്റ്റിൽ നടന്ന കാര്യം എന്നേക്കുമായിട്ട് അങ്ങനെ നിലനിൽക്കില്ല, അതിൽ മാറ്റം വരുത്താൻ സാധിക്കും. ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്ത്, ക്വാണ്ടം ഫിസിക്സിന്റെ ലോകമെന്ന് പറയുന്നത് ഗവേഷകരുടെ അനുമാനമാണ് അല്ലെങ്കിൽ വെറും തോന്നലാണെന്നൊക്കെ ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും. എന്നാൽ അത് അങ്ങനെയല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പെൻ ഡ്രൈവിൽ അല്ലെങ്കിൽ ഒരു USB ഡ്രൈവിൽ എന്തെങ്കിലും ഫയലുകൾ കോപ്പി ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് MRI സ്കാൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്, രണ്ടും. MRI സ്കാൻ 2 വട്ടം എടുത്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഇടത് കൈക്ക് വേണ്ടി, മറ്റൊന്ന് എൻ്റെ വലത് കൈക്ക് വേണ്ടി. ഈ 2 കാര്യങ്ങൾ നടക്കുമ്പോഴും ശരിക്കും അവിടെ ഉപയോഗിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറയാം. ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയ്ക്ക് വേണ്ടി പ്രധാനമായിട്ടും 3 റെഫറൻസുകളാണ് ഞാൻ ഉപയോഗിച്ചത്. ഒന്ന് 2025 പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധം, മറ്റൊന്ന് 2018 പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധം, മറ്റൊന്ന് 1961 പബ്ലിഷ് ചെയ്തു വന്ന ഒരു പ്രബന്ധമല്ല, ഒരു പുസ്തകം. ആ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ. 2025 ശാസ്ത്ര പ്രബന്ധത്തെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, കാരണം അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. ഞാൻ ആദ്യം 1961 പബ്ലിഷ് ചെയ്തു വന്ന ആ പുസ്തകത്തെ കുറിച്ച് പറയാം. ആ പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ എഴുതിയത് യൂജീൻ വിഗ്നർ എന്ന ഒരു ഗവേഷകനാണ്. അദ്ദേഹം ശരിക്കും ഡ്യുവാലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്. ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും രണ്ടും രണ്ടാണെന്ന് പറയുന്ന ഒരു വാദമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ടല്ല ആ പരീക്ഷണം ഉപയോഗിക്കുന്നത്. ആ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്. ആ തോട്ട് എക്സ്പെരിമെന്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പാരലൽ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ്. ആ തോട്ട് എക്സ്പെരിമെന്റ് എന്താണെന്ന് നോക്കാം. ഒരു ലബോറട്ടറി നിങ്ങൾ സങ്കല്പിക്കുക. ആ ലബോറട്ടറിയുടെ ഉള്ളിൽ നമ്മളുടെ വിഗ്നറിന്റെ ഒരു സുഹൃത്തുണ്ട്. ലബോറട്ടറിയുടെ വെളിയിൽ വിഗ്നർ തന്നെ നിൽപ്പുണ്ട്. വെളിയിൽ നിൽക്കുന്ന വിഗ്നറിന് ഒരു കാരണവശാലും അകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. അകത്ത് നിൽക്കുന്ന സുഹൃത്തിന്റെ തൊട്ട് മുൻപിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്. ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ ഒരു റേഡിയോ ഡീകേ നടക്കാനുള്ള സാധ്യത 50%. അങ്ങനെ ഒരു ഡീകേ നടക്കുകയാണെങ്കിൽ ആ ഡീകേയെ തുടർന്ന് അവിടെ ചെറിയൊരു പ്രകാശം ഉണ്ടാകുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇനി റേഡിയോ ആക്റ്റീവ് ഡീകേ നടന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രകാശവും ഉണ്ടാകില്ല. എക്സ്പെരിമെന്റ് ആരംഭിക്കാം. ആ എക്സ്പെരിമെന്റിനിടയിൽ റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിച്ചു. അതിനെ തുടർന്ന് ആ മെറ്റീരിയലിൽ നിന്നും ഒരു പ്രകാശം ഉണ്ടായി. അങ്ങനെ പ്രകാശം ഉണ്ടാകുന്നത് വിഗ്നറിന്റെ സുഹൃത്ത് നേരിട്ട് കാണുകയും ചെയ്തു. യൂജീൻ വിഗ്നർ അതൊന്നും കാണുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ലബോറട്ടറി ഒരു ക്വാണ്ടം സിസ്റ്റമാണ്, ഒരു ക്വാണ്ടം ബബിൾ ആണ്. ആ ബബിൾ മൊത്തത്തിൽ ഒരു സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥയിലാണ്. സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് 2 വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. ഒരേ സമയത്ത് നിങ്ങൾക്ക് നിൽക്കാനും ഇരിക്കാനും സാധിക്കുമോ? സാധിക്കില്ല. പക്ഷേ ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്ത് സാധിക്കും. ഒരേ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന റൂമിലെ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുമോ? ലൈറ്റ് ഓൺ ആയിട്ടിരിക്കാനും ഓഫ് ആയിട്ടിരിക്കാനും ഒരേ സമയത്ത് സാധിക്കുമോ? നമ്മളുടെ ഈ ലോകത്ത് സാധിക്കില്ല, പക്ഷേ ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്ത് സാധിക്കും. ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ. നമുക്ക് ആ ലബോറട്ടറിയിലേക്ക് മടങ്ങിപ്പോകാം. ആ ലബോറട്ടറി വിഗ്നറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാണ്ടം ബബിൾ ആണ്, അല്ലെങ്കിൽ അവിടെ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് നടക്കുന്നുണ്ട്. അവിടെ റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, സംഭവിച്ചിട്ടില്ലായിരിക്കാം. ആ കാഴ്ച അവിടെ കണ്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടില്ലായിരിക്കാം. എന്നാൽ വെളിയിൽ നിൽക്കുന്ന വിഗ്നറിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് ആ ലബോറട്ടറിയുടെ ഉള്ളിൽ നിൽക്കുന്ന വിഗ്നറിന്റെ സുഹൃത്ത് അവിടെ പ്രകാശത്തെ കണ്ടിട്ടുമുണ്ട്, കാണാതിരുന്നിട്ടുമുണ്ട്. വിഗ്നർ അന്ന് ഈ പഠനത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയം കോൺഷ്യസ്നെസ് ആണ്, ബോധം. നമ്മുടെ ബോധം കാരണമാണ് സൂപ്പർ പൊസിഷൻ തകരുന്നതെന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് നിലനിൽക്കുന്നില്ല, ആ വാദത്തിന് പ്രസക്തിയില്ല. പക്ഷേ ആ എക്സ്പെരിമെന്റിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ആ എക്സ്പെരിമെന്റിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് 2018 ഒരു ശാസ്ത്ര പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തു വന്നത്. ആ തിയറത്തിന്റെ പേര് ഫ്രൗഷിംഗർ റെനർ തിയറം എന്നാണ്. അതിലെ പാരഡോക്സ് വളരെ പ്രശസ്തമാണ്. അത് വിഗ്നേഴ്സ് ഫ്രണ്ട് പാരഡോക്സിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. ഈ തോട്ട് എക്സ്പെരിമെന്റിൽ 2 പേരല്ല 4 പേരുണ്ട്. 2 പേർ 2 വ്യത്യസ്തമായിട്ടുള്ള ലബോറട്ടറിയിൽ നിൽക്കുന്നു. ഒരു ലബോറട്ടറിയിൽ നിൽക്കുന്നത് ആലീസ് ആണ്, മറ്റൊരു ലബോറട്ടറിയിൽ നിൽക്കുന്നത് ബോബാണ്. ഒരു ലബോറട്ടറിയുടെ വെളിയിൽ നിൽക്കുന്ന ആള് ഉർസലയാണ്,
മറ്റൊരു ലബോറട്ടറിയുടെ വെളിയിൽ നിൽക്കുന്ന ആള് വിഗ്നറാണ്. ഈ എക്സ്പെരിമെന്റിൽ പ്രകാശം ഉണ്ടാകുന്നത് കാണുന്നത് ആലീസ് ആണ്. അതായത് ആലീസ് നിൽക്കുന്ന ലബോറട്ടറിയിലെ ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ റേഡിയോ ഡീക്കേക്ക് വിധേയമായി അതിനെ തുടർന്ന് അവിടെ നിന്നൊരു പ്രകാശമുണ്ടായി. പ്രകാശമുണ്ടായ ആ സമയത്ത് തന്നെ ആലീസ് അതിന്റെ ഒരു ചിത്രമെടുത്ത് മറ്റൊരു ലബോറട്ടറിയിലുള്ള ബോബിന് അയച്ചു കൊടുത്തു. ആലീസ് ആ ചിത്രത്തിൽ നോക്കുമ്പോൾ അവിടെ അങ്ങനൊരു പ്രകാശമുണ്ട്. പക്ഷേ ബോബ് നോക്കുമ്പോൾ അവിടെ അങ്ങനൊരു പ്രകാശമില്ല. ഞാൻ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്ത് ഇത് ഭ്രാന്തല്ല. പക്ഷേ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഈ ലോകത്ത് അതൊരു ഭ്രാന്താണ്. കാരണം നമ്മൾ ഈ നിൽക്കുന്ന ലോകം അത് ജനറൽ റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആറ്റങ്ങളുടെ ഉള്ളിലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ അകത്ത് സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ സബാറ്റോമിക് പാർട്ടിക്കിൾ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ അത് ജനറൽ റിലേറ്റിവിറ്റി തിയറി ഒട്ടും തന്നെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ നിയമം അത് ഒട്ടും തന്നെ ഫോളോ ചെയ്യുന്നില്ല. അവിടുത്തെ നിയമങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ആ നിയമങ്ങളാണ് ക്വാണ്ടം ഫിസിക്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ തോട്ട് എക്സ്പെരിമെന്റ് ശരിക്കും 2018 പബ്ലിഷ് ചെയ്തു വന്ന തോട്ട് എക്സ്പെരിമെന്റ് അല്ല. ഞാൻ അതിനെ കുറച്ചുകൂടെ ലഘൂകരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയതാണ്. എൻ്റെ ഒരു വേർഷനാണ്. ഇവിടെ ഞാൻ അഡീഷണൽ ആയിട്ട് ആ 2018 ഒറിജിനൽ തോട്ട് എക്സ്പെരിമെന്റിലെ കേസ് കൂടെ പറയാം. ആ കേസിൽ അവിടെ പ്രകാശമൊന്നും ഉണ്ടാകുന്നില്ല. പകരം ആലീസ് ഒരു ക്വാണ്ടം കോയിൻ ടോസ് ചെയ്യുകയാണ്. സാധാരണ കോയിൻ അല്ല, ഒരു ക്വാണ്ടം കോയിൻ ടോസ് ചെയ്യുകയാണ്. ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേസ് പറയാതെ മറ്റൊരു കേസ് പറഞ്ഞതെന്ന്. കാരണം ക്വാണ്ടം കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ ക്വാണ്ടം കോയിൻ എന്താണെന്നോ ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ക്വാണ്ടം കോയിൻ ടോസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമ്മുടെ മുൻപിൽ കാണില്ല. അത് നമ്മൾ മെഷർ ചെയ്ത് മനസ്സിലാക്കണം. ആലീസ് ഒരേ സമയത്ത് മെഷർ ചെയ്യുന്നു. മെഷർ ചെയ്യാനുള്ള കണത്തിനെ അങ്ങ് വേറൊരു ലാബിൽ നിൽക്കുന്ന ബോബിന് കൊടുക്കുന്നു. ബോബും അതേ കണം തന്നെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നു, മെഷർ ചെയ്യുന്നു. ആലീസിന് കിട്ടുന്ന വാല്യൂ അല്ല ബോബിന് കിട്ടുക. അത് ക്വാണ്ടം ഫിസിക്സിന്റെ നിയമമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനൊരു നിയമം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളത് ഗണിതശാസ്ത്രം മാത്രമാണ്. ഗണിതശാസ്ത്രത്തിലൂടെ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കത്തുള്ളൂ. കാൾ സാഗൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ടം ഫിസിക്സിലുള്ള കാര്യങ്ങൾ ശുദ്ധ അസംബന്ധമാണെന്ന് പറയുന്ന ആളോട് ആദ്യം നമ്മൾ പറയേണ്ടത് ക്വാണ്ടം ഫിസിക്സിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഗണിതശാസ്ത്രം പഠിക്കാനായിരിക്കണം. ആ ഗണിതശാസ്ത്രം അപ്പാടെ പഠിച്ചു വരാൻ ഏകദേശം ഒരു 10-15 വർഷമെങ്കിലും ഒരു സാധാരണക്കാരന് വേണ്ടിവരും. അതിനുശേഷം ആ അടിസ്ഥാനത്തിന്റെ മുകളിൽ പുതുതായി ക്വാണ്ടം ഫിസിക്സ് കൂടെ പഠിക്കണം. അതിന് ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10-12 വർഷമൊക്കെ വേണ്ടിവരും. അതിനൊക്കെ ശേഷം മാത്രമാണ് ഇത് എന്തുകൊണ്ടാണെന്ന് ഗണിതശാസ്ത്രത്തിലൂടെ പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ക്വാണ്ടം ഫിസിക്സ് ശരിക്കും ഗണിതശാസ്ത്രത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ്. അത് ഇന്ന കാരണമാണെന്ന് നമുക്ക് വാക്കുകൾ ഉപയോഗിച്ചൊരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ചോദ്യത്തിന് അപ്പോഴും അവിടെ ഒരു പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടാണ് ക്വാണ്ടം ഫിസിക്സിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്? അത് നമ്മളുടെ ലോകത്തേക്ക് വരുമ്പോൾ അങ്ങനൊന്നും സംഭവിക്കാത്തത് എന്താണ്? അതിന് പ്രധാനമായിട്ടും ഗവേഷകർ 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മളുടെ ലോകം എന്ന് പറയുന്നത് ഗ്രാവിറ്റിക്ക് പ്രാധാന്യമുള്ള ലോകമാണ്, അല്ലെങ്കിൽ ജനറൽ റിലേറ്റിവിറ്റിക്ക് പ്രാധാന്യമുള്ള ലോകമാണ്. പക്ഷേ സബാറ്റോമിക് പാർട്ടിക്കിൾ ഗ്രാവിറ്റിയുമായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെടുന്നില്ല. വലിപ്പമുള്ള വസ്തുക്കളിലേക്ക് വരുമ്പോൾ അവിടെ ഗ്രാവിറ്റിക്ക് പ്രാധാന്യം ഉണ്ടാകും. ഗ്രാവിറ്റിക്ക് പ്രാധാന്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സൂപ്പർ പൊസിഷൻ തകരുമെന്നാണ് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത്. മറ്റൊരു കൂട്ടം ഗവേഷകർ പറയുന്നത് അതിന്റെ കാരണം പാരലൽ യൂണിവേഴ്സ് ആണെന്നാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ കോയിൻ ഹെഡ് ആകാനും ടെയിൽ ആകാനുമുള്ള സാധ്യതയുണ്ട്. അത് ഹെഡായിട്ട് മാറുന്നുണ്ട്, ടെയിലായിട്ട് മാറുന്നുണ്ട്. ഹെഡായിട്ട് മാറുന്നത് ഒരു പ്രപഞ്ചത്തിലാണെങ്കിൽ ടെയിലായിട്ട് മാറുന്നത് മറ്റൊരു പ്രപഞ്ചത്തിലാണ്. അതാണ് നമ്മൾ മൾട്ടിവേഴ്സ് യൂണിവേഴ്സ് എന്നും അതുപോലെ പാരലൽ വേൾഡ് എന്നൊക്കെ പറയുന്നത്. ഇതൊന്നുമല്ലാതെ മൂന്നാമത് ഒരു കൂട്ടം ഗവേഷകരുണ്ട്. അവരുടെ വാദം കുറച്ചുകൂടെ രസകരമാണ്. അവർ പറയുന്നത് ഫാക്ട്സ് എല്ലാവർക്കും ഒരുപോലല്ല, അത് സബ്ജക്റ്റീവാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. ഇതിന് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തം അല്ലെങ്കിൽ റിലേറ്റിവിറ്റി തിയറിയുമായിട്ട് ബന്ധമുണ്ട്. റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഒരു വസ്തുവിന്റെ സഞ്ചാരം, അതിന്റെ ഡിറക്ഷൻ, അതിന്റെ വേഗതയൊക്കെ മറ്റൊരു വസ്തുവിനെ ആപേക്ഷിച്ചായിരിക്കും. അതായത് നമ്മൾ എവിടെ നിന്നാണോ ആ വസ്തുവിനെ നോക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു പ്രകാശകണത്തിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രകാശകണം സഞ്ചരിക്കുന്നില്ല.
എന്നാൽ നമ്മൾ വെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ പ്രകാശകണം ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇനി 2025 പ്രബന്ധത്തിലേക്ക് വരാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇതൊരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഫ്രൗഷിംഗർ റെനെ തിയറത്തിന്റെ മറ്റൊരു വേർഷനാണിത്. ഈ വേർഷൻ അനുസരിച്ച് ഇവിടെ 4 പേരില്ല, 2 പേർ മാത്രമേ ഉള്ളൂ. പക്ഷേ സമയം ഇവിടെ വ്യത്യാസമാണ്. പല സമയങ്ങളിലാണ് കാൽക്കുലേഷൻസ് നടക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ലബോറട്ടറി, ആ ലബോറട്ടറിയുടെ ഉള്ളിൽ ഫായ് ഉണ്ട്. ഫായ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ആ ലബോറട്ടറിയുടെ വെളിയിൽ വിഗ്നർ ഉണ്ട്. വിഗ്നർ ഉള്ളിലുള്ള ഫായിയെ കാണുന്നില്ല. ഫായ് ഉള്ളിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ തന്നെ നോക്കി നിൽക്കുന്നു. ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്നും 10 മണിയായപ്പോൾ, രാവിലെ 10 മണിയായപ്പോൾ ഒരു പ്രകാശം ഉണ്ടായി. അത് ഫായ് കണ്ടു. ഫായിയുടെ മെമ്മറിയിൽ അതുണ്ട്. അത് വിഗ്നറിനോട് പറയാനായിട്ട് ഫായ് ഓർത്തു വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് 11 മണിയായപ്പോൾ വെളിയിൽ വിഗ്നർ അതേപടി തന്നെ നിൽപ്പുണ്ട്. പക്ഷേ വിഗ്നർ ഉള്ളിലുള്ള ഫായിയോട് ചോദിക്കുന്നില്ല ഒന്നും തന്നെ. അവർ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. കാണാതെ തന്നെ വെളിയിൽ നിൽക്കുന്ന വിഗ്നർ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ച്, അതിൻ്റെ മാത്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഗണിതശാസ്ത്രത്തിലൂടെ അവിടെ ശരിക്കും റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അളന്നെടുക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ കിട്ടുന്ന ഉത്തരം ഫായ് എന്താണോ കണ്ടത് അതിൻ്റെ നേരെ വിപരീതമായിരിക്കും. അങ്ങനെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ഉത്തരം വെളിയിൽ നിൽക്കുന്ന വിഗ്നറിന് കിട്ടുന്ന ആ സമയം ഫായിയുടെ ഓർമ്മശക്തിയിൽ ഉണ്ടായിരുന്ന കാര്യം തെറ്റാകും, അതില്ലാതെയാകും. ഫായ് കണ്ടത് പ്രകാശമുണ്ടെന്നാണ്. വിഗ്നർ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് പ്രകാശമില്ലെന്നാണ്. അത് വിഗ്നർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ആ സമയം തന്നെ ഫായിയുടെ തലച്ചോറിൽ പ്രകാശം കണ്ടില്ലെന്നാകും. ഫായ് പിന്നെ ഓർത്തു വയ്ക്കുന്നത് പ്രകാശത്തെ ഞാൻ കണ്ടില്ലെന്നാണ്. വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ഫായ് പിന്നെ വിഗ്നറിനോട് പറയുന്നത് ഞാൻ പ്രകാശത്തെ കണ്ടില്ലെന്നായിരിക്കും. ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയല്ലേ? ഞാൻ ഒരു അനാലജി കൂടെ പറയാം. വിഗ്നർ ഒരു വീഡിയോ ഗെയിം കളിക്കുകയാണ്. ആ വീഡിയോ ഗെയിമിലെ ഒരു ക്യാരക്ടറാണ് ഫായ്. സൂപ്പർ മാരിയോ ആയിട്ട് നമുക്ക് ആ ഗെയിമിനെ എടുക്കാം. സൂപ്പർ മാരിയോ ആയിട്ടുള്ളത് ഫായ് ആണ്. ആ ഗെയിം കളിക്കുന്ന വ്യക്തി അത് വിഗ്നറാണ്. ഗെയിം കളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ലെവലിലെത്തി. ആ ലെവലിൽ അവിടെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്തു നിന്നും ഫായ്ക്ക് ഒരു വാള് കിട്ടി. അപ്പോൾ ഇനിയുള്ള ലെവലിലേക്ക് ആ വാൾ ഉപയോഗിക്കാം. ഫായിയെ സംബന്ധിച്ചിടത്തോളം ഫായിയുടെ മെമ്മറിയിൽ, ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടറിന്റെ മെമ്മറിയിൽ വാള് കിട്ടിയിട്ടുണ്ട്. ആ വാൾ ഉപയോഗിച്ച് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വെളിയിൽ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന വിഗ്നറിന് ഇത് ഡിസൈഡ് ചെയ്യാം. ഇതുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് സേവ് ചെയ്യണം. എന്നാൽ ഇത് സേവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ തൊട്ട് മുൻപത്തെ ലെവൽ മുതൽ അവസാനം എപ്പോഴാണോ സേവ് ചെയ്തത് ആ ലെവൽ മുതൽ വീണ്ടും കളിച്ചു തുടങ്ങും. അങ്ങനെ വീണ്ടും കളിക്കുന്ന സമയത്ത് ഫായിയുടെ കയ്യിൽ ആ വാളില്ല. ഫായിക്ക് വാള് കിട്ടിയിട്ടില്ല. ഫായ് എന്ന ആ ക്യാരക്ടറിന്റെ മെമ്മറിയിൽ പോലും ആ വാൾ ഇല്ലാതാകും. ഫായിയെ സംബന്ധിച്ചിടത്തോളം ഫായിക്ക് വാള് കിട്ടിയിട്ടില്ല. ക്വാണ്ടം ഫിസിക്സിന്റെ ലോകത്ത് നമുക്ക് പിന്നിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെ നമുക്ക് തിരുത്താൻ സാധിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളുടെ ഈ ലോകത്ത്, അതായത് ആറ്റത്തിൻ്റെയൊക്കെ വെളിയിലുള്ള ഈ ലോകത്ത്, ഗ്രാവിറ്റിയുള്ള ഈ ലോകത്ത് പ്രതിഫലിക്കുകയും ചെയ്യും. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളിൽ ക്വാണ്ടം ഫിസിക്സ് ശരിക്കും ഉണ്ട്. ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ പതിറ്റാണ്ടുകളിലും ക്വാണ്ടം ഫിസിക്സിന്റെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു പെൻഡ്രൈവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പെൻഡ്രൈവിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ശരിക്കും അവിടെ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഗേറ്റ് ട്രാൻസിസ്റ്റർ ആണ്. ഫ്ലോട്ടിംഗ് ഗേറ്റ് ട്രാൻസിസ്റ്ററിൽ ശരിക്കും ഈ ഡേറ്റയ്ക്ക് പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് അവിടെ കടന്നു പോകാനായിട്ടുള്ള ഒരു പാത്തില്ല, ഒരു വഴിയില്ല. അങ്ങനെ വഴിയില്ലാത്ത സ്ഥലത്ത് പെട്ടെന്നൊരു വഴി ഉണ്ടാക്കിയാണ് ഇലക്ട്രോൺ പോകുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോൺ മുന്നോട്ട് പോകുമ്പോൾ, ആ വൈദ്യുതി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുൻപിൽ ഒരു വലിയ ഭിത്തിയുണ്ട്. ആ ഭിത്തി തുളച്ചു പോകാനുള്ള ശക്തിയൊന്നും ഈ ഇലക്ട്രോണില്ല. പക്ഷേ ഇലക്ട്രോൺ പെട്ടെന്ന് അവിടെ അപ്രത്യക്ഷമാകും. അതിനുശേഷം ആ ഭിത്തിയുടെ മറുഭാഗത്ത് അവിടെ പ്രത്യക്ഷപ്പെടും. ഇതാണ് ക്വാണ്ടം ടണലിംഗ്. ക്വാണ്ടം ഫിസിക്സിലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു പ്രതിഭാസം. അതിനുശേഷം ആ ഇലക്ട്രോണിന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു ഫ്ലാഷ് ഡ്രൈവിൽ നിങ്ങൾ ഒരു സിനിമ കോപ്പി ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ തിരിച്ച് ഡേറ്റ എടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യുമ്പോൾ ഈ പ്രോസസ്സാണ് നടക്കുന്നത്. MRI സ്കാനിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മളുടെ ശരീരത്തിൽ ജലം ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ആറ്റവും ധാരാളമായിട്ടുണ്ട്.
നമ്മൾ ശക്തമായിട്ടുള്ള ഒരു കാന്തിക വലയം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഹൈഡ്രജനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഹൈഡ്രജൻ എല്ലാം ഒരു കോമ്പസ് നീഡിൽ പോലെ അലൈൻ ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ ഒരു കോമ്പസിന്റെ നീഡിൽ എങ്ങനെയാണോ ചലിക്കുന്നത് ആ രീതിയിൽ എല്ലാം ഒരേപോലെ അലൈൻ ആകും. പെട്ടെന്ന് തന്നെ MRI ഒരു റേഡിയോ തരംഗം നമ്മളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ഹൈഡ്രജൻ ആറ്റങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഹൈഡ്രജൻ ആറ്റങ്ങൾ അത് നേരെ വിപരീത ഡിറക്ഷനിലേക്കാകും. വിപരീത ഡിറക്ഷനിൽ മാത്രമല്ല, തൊട്ട് മുമ്പുണ്ടായിരുന്ന അതേ ഡിറക്ഷനിലുമാകും. അതായത് ആ ഹൈഡ്രജൻ ആറ്റങ്ങൾ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാകും. ഒരേ സമയത്ത് അത് നോർത്തിന് നേരെയും അതേ സമയത്ത് തന്നെ അത് സൗത്തിന് നേരെയും നിലയുറപ്പിക്കും. അതായത് ആ ഹൈഡ്രജൻ ആറ്റങ്ങളെല്ലാം ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണ്. നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു അവയവത്തിൽ ഒരുപാട് ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അവയെല്ലാം ഒരേ സമയത്ത് സൂപ്പർ പൊസിഷനിൽ നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു സൂപ്പർ പൊസിഷൻ ഇല്ലാതെയാക്കുന്ന ആ ഒരു ഞൊടിയിൽ ഒരു ഊർജം ഉണ്ടാകും. സൂപ്പർ പൊസിഷനിൽ നിന്നും തിരികെ പഴയ സ്റ്റേറ്റിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഊർജം വെളിയിലേക്ക് പുറപ്പെടുവിച്ചിട്ടാണ് അത് പഴയ സ്റ്റേറ്റിലേക്ക് മടങ്ങുന്നത്. ആ സമയത്തെ ആ ഒരു ഊർജം കാരണമാണ് ആ ഒരു പ്രത്യേക അവയവത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന 3 ഡയമെൻഷണൽ ചിത്രം നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നത്. ആ ചിത്രം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒടിവോ ചതവോ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഊഹാപോഹങ്ങളല്ല. അതിന്റെ പിന്നിൽ ഗണിതശാസ്ത്രമുണ്ട്. മാത്രമല്ല, അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കും. ഏറ്റവും മികച്ച ഔഷധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഔഷധങ്ങളുടെ കൂട്ടുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 2025 പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന ഈ ശാസ്ത്ര പ്രബന്ധത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇതെങ്ങനെയാണ് നമ്മളുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ശാസ്ത്രം ഉണ്ടായിരിക്കുന്നു. ആ ശാസ്ത്രത്തെ ഇനി ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാക്കി മാറ്റണം. അതങ്ങനെ ആക്കി മാറ്റുന്ന സമയത്ത് നമ്മളുടെയൊക്കെ ലൈഫിലേക്ക് നമ്മൾ പോലും അറിയാതെ ഈ പെൻഡ്രൈവ് ഒക്കെ വന്നതുപോലെ ആ ഡിവൈസുകളും അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനുകളും വന്നു ചേരും. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്.